ഹായ് മക്കളെ, ക്ലാസ് 4 ഇംഗ്ലീഷ് യൂണിറ്റ് 2 വോയിസസ് ഇൻ യൂണിസൺ ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ള മക്കൾക്ക് പോയി കാണാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1, വേർഡ് ഹണ്ട്. ലുക്ക് അറ്റ് ദ വേർഡ് ടുഗദർ. ടുഗദർ എന്നുള്ള വാക്ക് നോക്കുക. ഫൈൻഡ് ആസ് മെനി വേർഡ്സ് ഫ്രം ദിസ് വേർഡ്. ഈ വാക്കിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്ന മാക്സിമം വേർഡ്സ് കണ്ടെത്തുക. റൈറ്റ് ഈച്ച് വേർഡ് യു ഗെറ്റ് ഇൻസൈഡ് സ്റ്റാർ. നിങ്ങൾ കണ്ടെത്തിയ വേർഡ്സ് ഓരോ സ്റ്റാറിൻ്റെ അകത്ത് എഴുതുക. യു വിൽ ഗെറ്റ് 5 സ്റ്റാർസ് ഇഫ് യു റൈറ്റ് 5 വേർഡ്സ്. അപ്പം നിങ്ങൾ ഈ 5 സ്റ്റാർസിൻ്റെ അകത്ത് 5 വേർഡ്സ് എഴുതി ചേർക്കുക. നോക്കാമല്ലേ? ടുഗദർ എന്ന വാക്കിൽ നിന്ന് നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്ന 5 വാക്കുകളാണ് എഴുതേണ്ടത്. ഫസ്റ്റ് ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, ഗോ, GO, ഗോ. ഇനി മറ്റെന്തൊക്കെ വേർഡ്സ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാം? ഗെറ്റ്, GET, ഗെറ്റ്. HERO, ഹീറോ. TREE, ട്രീ. THREE, ത്രീ. EGO, ഈഗോ. 5 ആയി അല്ലേ? ഇനിയും വാക്കുകൾ കണ്ടെത്താം. HER, ഹെർ. EGG, എഗ്. THERE, ദർ. HE, ഹി. GOT, ഗോട്ട്. THE, the, etc. Next, activity 2. My color, my pride. എൻ്റെ കളർ, എൻ്റെ അഭിമാനം. The rainbow people are excited to talk about their new colors. Rainbow people ആവേശഭരിതരായി. എന്തിനാണ്? To talk about their new colors. അവരുടെ കളറിനെ കുറിച്ച് പറയാൻ വേണ്ടി. What will they say about their colors? അവരെന്തായിരിക്കും അവരുടെ കളറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ബ്ലൂ കളേർഡ് പ്യൂപ്പിൾസ് പറഞ്ഞത് എന്തായിരിക്കും? അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഐ ആം ബ്ലൂ, ഞാൻ നീലയാണ്. ഐ ആം ദ കളർ ഓഫ് ദ സ്കൈ, ഞാൻ ആകാശത്തിൻ്റെ കളറാണ്. ദ വേൾഡ്സ് ലാർജസ്റ്റ് ആനിമൽ ഹാസ് മൈ കളർ, ലോകത്തിലെ ഏറ്റവും വലിയ ജീവിക്ക് എൻ്റെ കളറാണ്. അപ്പോൾ യെല്ലോ കളേർഡ് പ്യൂപ്പിൾസ് എന്താണ് പറഞ്ഞത്? അതും അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഐ ആം യെല്ലോ, ഞാൻ യെല്ലോ ആണ്. ഐ ഷൈൻ ലൈക്ക് ദ സൺ, ഞാൻ സൂര്യനെ പോലെ തിളങ്ങുന്നു. ഐ ആം ദ കളർ ഓഫ് ദ സൺഫ്ലവർ, ഞാൻ സൺഫ്ലവറിൻ്റെ കളറാണ്. നൗ ലെറ്റ്സ് സീ വാട്ട് റെഡ് ആൻഡ് ഗ്രീൻ സേ അബൌട്ട് ദംസെൽസ്. റെഡും ഗ്രീനും അവരെക്കുറിച്ച് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നമുക്ക് എഴുതി നോക്കാം അല്ലേ. ഐ ആം റെഡ്, ഞാൻ ചുവപ്പാണ്. സെറ്റിംഗ് സൺസ് ബീം ഈസ് ലൈക്ക് മീ, അസ്തമയ സൂര്യൻ്റെ പ്രകാശം എന്നെ പോലെ ഇരിക്കും. ഐ ആം ദ കളർ ഓഫ് ബ്ലഡ്, ഞാൻ ബ്ലഡിൻ്റെ കളറാണ്. ഇനി ഗ്രീൻ കളർ എന്താണ് പറഞ്ഞത്? ഐ ആം ഗ്രീൻ, I am the color of leaves of plants. I have the look of a lush green forest. Okay, next activity 3. Feelings in words. Wow, what a beautiful sight. The word wow shows surprise. ഇവിടെ wow എന്നുള്ള വാക്ക് എന്താണ്? അതിശയത്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. Here are some words that show different emotions. ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിരിക്കുന്നു അല്ലേ. അത് ഡിഫറെൻറ്റ് ഇമോഷൻസ് കാണിക്കുന്ന വേർഡ്സ് ആണ്, അതായത് വികാരങ്ങൾ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ബിലോ ദാറ്റ് മാച്ചസ് ദ സിറ്റുവേഷൻ. ഈ വേർഡ്സ് താഴെയുള്ള ഏത് സെൻറ്റൻസിലേക്ക് മാച്ച് ആയതാണോ അത് എവിടെയാണോ മാച്ച് ആയത് തിരഞ്ഞെടുത്ത് എഴുതുക. നമുക്ക് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ്, വി ഹാവ് പ്ലേഡ് വെരി വെൽ. ഒരു സങ്കടമാണ് അല്ലേ. വി ഹാവ് പ്ലേഡ് വെരി വെൽ, നമ്മൾ നന്നായിട്ട് കളിച്ചു, പക്ഷേ വി ലോസ് ദ ഗെയിം, പക്ഷേ നമുക്ക് കളി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവിടെ അതിലേത് വാക്കാണ് നമ്മൾക്ക് ഏറ്റവും അനുയോജ്യമായത്? അലാസ്. അലാസ്, ഒരു അലാസ് എന്നുള്ളതിൻ്റെ അർത്ഥം അയ്യോ, ഹോ, കഷ്ടം, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾക്ക് അലാസ് അവിടെ ഫസ്റ്റിലേക്ക് എടുത്തെഴുതാം. ഇനി നെക്സ്റ്റ് സെക്കൻഡ്, എക്സ്ക്ലമേഷൻ മാർക്ക്. അവർ ടീം ഹാസ് വൺ ദ വേൾഡ് കപ്പ് ദിസ് ടൈം. ഒരു സന്തോഷമാണ് അല്ലേ, ഈ പ്രാവശ്യം നമ്മുടെ ടീം വേൾഡ് കപ്പ് നേടിയല്ലേ. അപ്പോൾ അവിടെ ഏത് വാക്കാണ് അനുയോജ്യമായത്? ഏത് ഇമോഷണൽ വേർഡാണ് അനുയോജ്യമായത്? ഹറേ, അതായത് ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് അല്ലേ. ഹറേ, സന്തോഷം കാണിക്കുന്ന വാക്ക്. നെക്സ്റ്റ്, വാട്ട് എ ഫാൻറ്റാസ്റ്റിക് ക്യാച്ച്. അവിടെ ഏത് ഇമോഷണൽ വേർഡാണ്? വൗ, ഒരു സർപ്രൈസ് അല്ലേ. നെക്സ്റ്റ്, യു ഹിറ്റ് മൈ ഹാൻഡ്, ഐ ഫീൽ പെയിൻ ഇൻ മൈ ഹാൻഡ്. വേദന അല്ലേ, വേദനയെ സൂചിപ്പിക്കാൻ വേണ്ടി ഔച്ച്.
നെക്സ്റ്റ് ബോബി യു ഹാവ് വോൺ ദ ഫസ്റ്റ് പ്രൈസ്. അവിടെ കൺഗ്രാജുലേഷൻ അല്ലേ, അല്ലെങ്കിൽ യാ, YAH യാ. ടെക്സ്റ്റിൽ യാ എന്നാണുള്ളത് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. വി ഹാവ് സീൻ ദ പിക്ചർ ഓഫ് കളർഫുൾ റിബൺസ് ഫാളിങ് ഫ്രം ദ സ്കൈ. നമ്മൾ കണ്ടു അല്ലേ, കളർഫുൾ റിബൺസ് ആകാശത്തിൽ നിന്ന് താഴെ വീഴുന്ന നമ്മൾ സ്റ്റോറിയിൽ കണ്ടുവല്ലോ. ഇനി ഹിയർ ഈസ് അനദർ പിക്ചർ. അതുപോലെയുള്ള വേറൊരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് വാട്ട് യു സീ. നിങ്ങൾ ഈ ചിത്രം നോക്കിയിട്ട് അതിലെന്താണ് കാണുന്നത് അത് താഴെ എഴുതി ചേർക്കുക. നമുക്ക് എഴുതി നോക്കാം അല്ലേ. ഇതൊരു മനോഹരമായ പിക്ചറാണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കൊടുക്കാം ആദ്യം? ഇറ്റ് ഈസ് എ വണ്ടർഫുൾ പിക്ചർ. ഗിഫ്റ്റ്സ് ആർ ഫാളിങ് ഫ്രം ദ സ്കൈ. ആകാശത്ത് നിന്ന് ഇങ്ങനെ ഗിഫ്റ്റുകൾ, സമ്മാനങ്ങൾ ഇങ്ങനെ താഴെ വീഴുകയാണല്ലേ. ഐസ്ക്രീംസ്, അതിലെന്തൊക്കെയുണ്ട്? ഐസ്ക്രീംസ്, ടോഫീസ്, കേക്ക്സ്, ബാങ്കിൾസ്, വളകളുണ്ട്, ചെയിൻസ്, മാലകളുണ്ട്, ഗിഫ്റ്റ് ബോക്സ്, ആപ്പിൾ എക്സെട്ര ആർ ഫാളിങ് ഫ്രം the sky. 4 boys and 3 girls are there. They are very, very happy. A monkey is sitting on the branch of a tree and he also gets an apple. A boy gets a gift box. Another boy is ready to catch an apple. A boy is sitting on a rock and eating ice cream. Next, activity 5. Colorful ribbons began to fall from the sky. Colorful ആയിട്ടുള്ള റിബൺസ് ആകാശത്തിന് താഴെ വീഴാൻ തുടങ്ങി. ഹിയർ ദ വേർഡ് കളർഫുൾ ഡിസ്ക്രൈബ്സ് ദ റിബൺ. ഇവിടെ കളർഫുൾ എന്നുള്ള വാക്ക് റിബൺ എന്നുള്ള വാക്കിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. എങ്ങനെയുള്ള റിബൺ? കളർഫുള്ളായിട്ടുള്ള റിബൺ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്ന് വിളിക്കുന്നത്. അതായത് വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് അബൌട്ട് എ പേഴ്സൺ, ആനിമൽ, പ്ലേസ് ഓർ തിങ്. ഒരാളെയോ ഒരു ആനിമലിനെയോ ഒരു സ്ഥലത്തെയോ ഒരു സാധനത്തെയോ വിശദീകരിക്കുന്ന, ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കുകളാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. ഇവിടെയും കുറച്ച് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കൊടുത്തിരിക്കുന്നു. ബ്രൈറ്റ്, സാൻഡി, ബിഗ്, ഷൈനി, വാം. ഇനി നിങ്ങൾ ഈ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് അവിടെ ഡാഷ് ഇട്ടെടുത്ത് ഏതിലാണോ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അവിടെ അത് തിരഞ്ഞെടുത്ത് എഴുതുക. വായിക്കാം. വൺ ഡേ നേഹ ആൻഡ് ഹെർ ബ്രദർ റോഹൻ വെൻറ്റ് ടു എ ഡാഷ് ബീച്ച്. ഏത് ബീച്ചാണ്? ഏതാ വേണ്ടത്? ഏത് ഡിസ്ക്രൈബിംഗ് വേർഡാണ് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? സാൻഡി അല്ലേ. സാൻഡി ബീച്ച്. ദ സ്കൈ വാസ് ബ്രൈറ്റ്. ആകാശം തെളിഞ്ഞതായിരുന്നു. ആൻഡ് ദ വാട്ടർ സ്പാർക്കിൾഡ് അണ്ടർ ദ വാം സൺ. ചൂടുള്ള സൂര്യൻ. വാം സൺ. ദേ മെയ്ഡ് എ ബിഗ് സാൻഡ് കാസിൽ. ബിഗ്. ആൻഡ് കളക്റ്റഡ് ഡാഷ് ഷെൽസ്. ഷൈനി shells from the shore. Neha said, "This is the most amazing day ever." ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഫൈൻഡ് ഔട്ട് മോർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റൈറ്റ് ദം ബിലോ. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇതുപോലെയുള്ള കൂടുതൽ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കണ്ടെത്തി അവിടെ കൊടുത്തിരിക്കുന്ന സ്പേസിൽ എഴുതി ചേർക്കുക. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ സ്റ്റോറി ഉണ്ടല്ലോ അതിൽ നോക്കിയിട്ട് കൂടുതൽ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞത്. നമുക്ക് സ്റ്റോറിയിലേക്ക് തിരിച്ചു പോകാം. പേജ് നമ്പർ 37. അതിൽ വരുന്ന ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കണ്ടെത്താം. സാൻഡി ലാൻഡ്. സാൻഡി എന്നുള്ള വാക്ക് ഒരു ഡിസ്ക്രൈബിംഗ് വേർഡാണ് അല്ലേ. ലാൻഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാണ് സാൻഡി. നെക്സ്റ്റ് വാം ആൻഡ് പീസ്ഫുൾ വില്ലേജ്. വില്ലേജിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രണ്ട് വാക്കുകളാണ് വാമും പീസ്ഫുള്ളും. നെക്സ്റ്റ് ബ്രൈറ്റ് മോർണിംഗ്. ബ്രൈറ്റ് മോർണിംഗ്. എങ്ങനെയുള്ള രാവിലെ? നല്ല പ്രകാശമുള്ള രാവിലെ അല്ലേ. നെക്സ്റ്റ് ക്ലിയർ സ്കൈ. എങ്ങനെയുള്ള ആകാശം? ക്ലിയർ ആയിട്ടുള്ള ആകാശം. അപ്പോൾ ക്ലിയർ എന്നുള്ളത് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ താഴെയുള്ള സ്പേസിൽ ഏതൊക്കെ എഴുതാം? സാൻഡി, വാം, പീസ്ഫുൾ, ബ്രൈറ്റ്, ക്ലിയർ, ടോൾ. നമ്മൾക്ക് കൂടുതൽ വേർഡ്സ് കണ്ടെത്താം അല്ലേ. ടോൾ ട്രീസ്. എങ്ങനെയുള്ള ട്രീ ആണ്? ടോൾ ട്രീ അല്ലേ. അപ്പോൾ ഇതിൽ ഡിസ്ക്രൈബിംഗ് വേർഡ് ടോൾ. നെക്സ്റ്റ് പേജ് നോക്കാം. സ്ട്രേഞ്ച് ബ്രീസ്. സ്ട്രേഞ്ച് എന്നുള്ളത് ഡിസ്ക്രൈബിംഗ് വേർഡാണ് അല്ലേ. ബ്രീസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് അപരിചിതമായ ഇളം കാറ്റ്. നെക്സ്റ്റ് വാം ബ്രീസ്. ഇതിൽ വാം എന്നുള്ളത് ഡിസ്ക്രൈബിംഗ് വേർഡാണ്. ബ്രീസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് വാം. അതായത് ഒരു വേർഡിനെ, ഒരു വാക്കിനെ വിശദീകരിക്കുന്ന മറ്റൊരു വാക്കിനെയാണ് ഡിസ്ക്രൈബിംഗ് വേർഡ് എന്ന് പറയുന്നത് കേട്ടോ.
നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ സൈറ്റ്. ബ്യൂട്ടിഫുൾ ഡിസ്ക്രൈബിംഗ് വേർഡാണ് അല്ലേ. നെക്സ്റ്റ് കളർഫുൾ റിബൺ. അത് നമ്മൾക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ടല്ലേ ഫസ്റ്റിൽ. കളർഫുൾ റിബൺസ്. ഇതിൽ കളർഫുൾ ഡിസ്ക്രൈബിംഗ് വേർഡാണ്. നെക്സ്റ്റ് ബ്ലൂ റിബൺസ്. ഇതിൽ ബ്ലൂ ഒരു ഡിസ്ക്രൈബിംഗ് വേർഡാണ്. നെക്സ്റ്റ് യെല്ലോ റിബൺസ്. ഇതിൽ യെല്ലോ ഡിസ്ക്രൈബിംഗ് വേർഡാണ്. നെക്സ്റ്റ് ഫ്രഷ് ഗ്രാസ്. ഇതിൽ ഫ്രഷ് ഡിസ്ക്രൈബിംഗ് വേർഡാണ്. ഗ്രാസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് ഫ്രഷ്. നെക്സ്റ്റ് പേജ് നോക്കാം. ബ്ലൂ റിബൺ. ബ്ലൂ റിബണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് ബ്ലൂ. അപ്പോൾ ബ്ലൂ എന്നുള്ളത് ഒരു ഡിസ്ക്രൈബിംഗ് വേർഡാണ്. നെക്സ്റ്റ് റെഡ് റിബൺ. ഇതിൽ റെഡ് ഡിസ്ക്രൈബിംഗ് വേർഡാണ്. നെക്സ്റ്റ് ഗ്രീൻ റിബണിൽ ഗ്രീൻ ഡിസ്ക്രൈബിംഗ് വേർഡാണ്. നെക്സ്റ്റ് ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. ഇതിൽ ലഷ് ഗ്രീൻ ഡിസ്ക്രൈബിംഗ് വേർഡാണ്. ഇനി നമുക്ക് കണ്ടെത്തിയ വേർഡ്സ് ഇവിടെ എഴുതാമല്ലേ. സാൻഡി, വാം, പീസ്ഫുൾ, ബ്രൈറ്റ്, ക്ലിയർ, ടോൾ, സ്ട്രേഞ്ച്, വാം, കളർഫുൾ, യെല്ലോ, ബ്ലൂ, റെഡ്, ലഷ് ഗ്രീൻ. ഓക്കെ, ഇനിയും കൂടുതൽ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് നിങ്ങൾ സ്റ്റോറി ബാക്കി ഭാഗം വായിച്ച് കണ്ടെത്തുക. ഇതോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗം പേജ് നമ്പർ 49 മുതൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്നതിന് എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.